പ്രധാനമന്ത്രി ദുരന്ത മേഖലയിലേക്ക് വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദുരന്തം നടന്ന പ്രദേശങ്ങൾ അദ്ദേഹം കാണുന്നു. അതേപോലെ തന്നെ ആശുപത്രികൾ പരിക്കേറ്റ് കിടക്കുന്നവരെ കാണുന്നു. അതേപോലെ തന്നെ ക്യാമ്പിൽ കിടക്കുന്ന നിരാലംബരായിട്ടുള്ള ആളുകളെ കാണുന്നു. വലിയ പ്രതീക്ഷയാണ് വയനാടിനുള്ളത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ഉടൻ തന്നെ ഈ സംഭവം ഉണ്ടായ ആ ദിവസം തന്നെ അങ്ങോട്ടേക്ക് അയച്ച് കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം ശേഖരിക്കുന്നു. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംഭവ സ്ഥലം സന്ദർശിച്ചു. കൃത്യമായ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എല്ലാം ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന് ശേഷമാണ് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നത്. കൽപ്പറ്റ ഹെലിപ്പാഡിൽ നിന്ന് അർജുൻ കൂടി ചേരുകയാണ്. അർജുൻ, അവിടെ കൽപ്പറ്റ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി വന്നിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? അവിടെ ഹെലിപ്പാഡിൽ ഇറങ്ങിയാൽ പിന്നീട് അദ്ദേഹം റോഡ് മാർഗമായിരിക്കുമല്ലോ ഈ ദുരന്ത മേഖലയിലേക്ക് പോകുന്നത്. അർജുൻ, തീർച്ചയായും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം ഹെലികോപ്റ്റർ മാർഗം വന്ന പ്രധാനമന്ത്രി ഈ ഭാഗങ്ങളെല്ലാം ചുറ്റി കാണും, അല്ലെങ്കിൽ ദുരന്ത മേഖലകളെല്ലാം ചുറ്റി കാണുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഈ ഹെലിപ്പാഡിൽ ഇറങ്ങുകയും ഹെലിപ്പാഡിൽ ഇറങ്ങുകയും പിന്നീട് റോഡ് മാർഗം ഈ ഒരു ദുരന്ത മേഖലയിലേക്ക്, ദുരബാധിത മേഖലയിലേക്ക് ചെല്ലുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവിടെ നിന്നും പിന്നീട് ഈ സ്വകാര്യ ആശുപത്രിയിലേക്കും അല്ലെങ്കിൽ പിന്നീട് അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള ക്യാമ്പിലേക്കും എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഒരു സംഘം ഇവിടെ എത്തുകയുണ്ടായി. 9 മന്ത്രാലയങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സംഘമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത്. അവർ കൃത്യമായ പഠനം നടത്തുകയും പിന്നീട് ഈ സ്വാഭാവികമായി ഒഴുകുന്ന ആ ജലം അത് തടസ്സപ്പെട്ടുകൊണ്ട് മണ്ണ് ആ ഒരു ജലത്തിലേക്ക് വീഴുകയും അത്തരത്തിൽ അവിടെ വലിയ ബ്ലോക്ക് ഉണ്ടായതാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നടക്കമുള്ള ഒരു പഠനം നടത്തുകയും ചെയ്തു. അതിനെല്ലാം ശേഷം ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾക്കെല്ലാം ശേഷമാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായുള്ള ഒരു പഠനം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഈ വയനാട്ടിലെ ജനങ്ങളുള്ളത്, അല്ലെങ്കിൽ ദുരിതബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഹെലിപ്പാഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പുറത്തേക്കൊക്കെ അല്ലെങ്കിൽ റോഡിലേക്കൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്. അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പുറത്തുകൂടെ ഓടുന്ന ബസ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരുചക്ര വാഹനങ്ങൾക്കടക്കം വീണ്ടും നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ആംബുലൻസ് അടക്കമുള്ള അത്യാവശ്യ സേവനങ്ങൾ മാത്രമേ ഈ റോഡ് വഴി വിടുകയുള്ളൂ. നമുക്കറിയാം, വയനാടിനെ സംബന്ധിച്ചിടത്തോളം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു ജില്ല കൂടി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനമായിരിക്കും ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുക്കുക. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു വരുന്ന സാഹചര്യത്തിലേക്ക് അടുത്തേക്ക് പോകുവാൻ മാധ്യമങ്ങൾക്കടക്കം വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണവുമുണ്ട്. എന്തിനാ തന്നെ നമ്മൾ പറഞ്ഞു വന്നത് പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ ചൊല്ലിയാണ്. അത്തരത്തിൽ അദ്ദേഹം വരുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് വയനാട് ജനത ഒന്നാകെ ഉള്ളത്. സാന്ത്വനിപ്പിക്കാൻ തങ്ങളുടെ നമ്മുടെ പ്രധാന സേവകൻ എത്തുന്നു. രാഷ്ട്രത്തിന്റെ പ്രധാന സേവകൻ തങ്ങളെ സാന്ത്വനിപ്പിക്കാൻ എത്തുന്നു. ആ ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിലാണ് വയനാടൻ ജനതയുള്ളത്. തങ്ങളുടെ ദുരിതങ്ങൾ അറിയുവാൻ തങ്ങളുടെ പ്രധാന സേവകൻ വരുന്നു, തങ്ങളോട് സംസാരിക്കുന്നു, സാന്ത്വനപ്പെടുത്തുന്നു. ഇതുപോലെ ഇത്തരത്തിൽ ഈ ആശുപത്രിയിലടക്കം ചെന്ന് ദുരിതം അനുഭവിക്കുന്ന രോഗികളെ കാണുന്നു. മാത്രമല്ല ക്യാമ്പുകളിലടക്കം ചെന്ന് അവിടെയുള്ള ആളുകളെ കണ്ട് സാന്ത്വനിപ്പിക്കുന്നു. ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ ആ ഒരു സ്നേഹം കരുതലും ഒക്കെ പ്രതീക്ഷിച്ചാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ഒരു നോക്കു കാണുവാൻ ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്, അത്തരത്തിൽ സുരേഷ് ഗോപിയുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ജോർജ് കുര്യനെ കൃത്യമായി തന്നെ ഈ ഒരു ദുരന്തം നടന്ന ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തെ ഇവിടെ നിശ്ചയിക്കുന്നു. ഈ ഒരു പ്രദേശത്തെ ക്യാമ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുവാൻ നിശ്ചയിക്കുന്നു. തുടർന്ന് അദ്ദേഹം ഈ ഒരു പ്രദേശത്ത് കൃത്യമായി തന്നെ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ നേരിട്ട് ഫോണിൽ വിളിക്കുകയും തുടർന്ന് എന്ത് സഹായം വേണമെങ്കിലും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും എപ്പോൾ വേണമെങ്കിലും സഹായം തേടാമെന്നുമുള്ള അടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് സൈന്യത്തിന്റെ അടക്കം സേവനം ഈ പ്രദേശങ്ങളിൽ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ഒരു സേവനം, സൈന്യത്തിന്റെ മറക്കാനാവാത്ത അല്ലെങ്കിൽ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു സേവനമാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ തെരച്ചിൽ ആദ്യ ദിനത്തിലെ തെരച്ചിലിനപ്പുറത്തേക്ക് സൈന്യം വന്നതിനെ തുടർന്ന് വലിയ കാര്യക്ഷമമായ രീതിയിൽ അല്ലെങ്കിൽ അത്ര ഊർജ്ജതലമായ രീതിയിൽ സൈന്യം ഈ തെരച്ചിൽ ഏറ്റെടുക്കുകയും തുടർന്ന് 6 സോണുകളിലായൊക്കെ തിരിഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും തെരച്ചിൽ
നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്ന് നമുക്കറിയാം ബെയിലി പാലമടക്കം നിർമ്മിക്കുന്നു. അത്തരത്തിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സപ്പോർട്ടുകൾ ലഭിക്കുന്നു. മാത്രമല്ല ദുരിതബാധിതർക്കടക്കം ഈ ഒരു തരത്തിലുള്ള തുക പ്രഖ്യാപിക്കുന്നു. അതായത് ദുരിതാശ്വാസ സമാജ തുകയടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വലിയ രീതിയിൽ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ മുണ്ടക്കൈ അല്ലെങ്കിൽ ചൂരന്മല മേഖലകളിൽ ഉരുൾപൊട്ടി ഒലിച്ചു വന്നപ്പോൾ അവർക്ക് സ്വാന്തനമായി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിരുന്നു. ഒരു ചാലക ശക്തിയായി കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള അവലോകനങ്ങളൊക്കെ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി നടത്തിയിരുന്നത്. അതേ തുടർന്നാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു സംഘം കഴിഞ്ഞ ദിവസം 9 മന്ത്രാലയങ്ങൾ അടങ്ങുന്ന ഒരു സംഘം ഇവിടെ എത്തുകയും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയും ചെയ്തത്. പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായി അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പഠനമുണ്ടാകുന്നത്. പഠനത്തിന് ശേഷം അവർ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്നു. കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അവർ പറയുന്നത് ഇപ്രകാരമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായ ഒഴുക്കുണ്ട്, മലയുടെ മുകളിൽ സ്വാഭാവികമായ ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മണ്ണ് വീണ് കിടക്കുന്നതാണ് ആ ഒരു തരത്തിൽ ഈ ഒരു പ്രശ്നമുണ്ടാകുവാൻ കാരണം. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള മലകളൊക്കെ ഇടിയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെയും അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതുകൂടി പറയുന്നു. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇത്തരത്തിലുള്ള നീർച്ചാലുകൾ സ്വാഭാവികമായി മണ്ണിടിഞ്ഞു കിടക്കുന്നു. ആ മണ്ണിടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ആ മേഖലയിൽ നീരൊഴുക്കിന് തടസ്സം രൂപപ്പെട്ടിരിക്കുന്നു. ആ തടസ്സം നീരൊഴുക്കിന് വന്നതോടുകൂടി ആ വെള്ളം സമ്പൂർണ്ണമായി ആ മലയുടെ ഉൾഭാഗത്തേക്ക് താഴ്ന്നു വരികയും അങ്ങനെ ആ മല ഇടിയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലിന് സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് എന്ന് കേന്ദ്ര വിദഗ്ധ സംഘമാണ് നിരീക്ഷണം നടത്തിയിട്ടുള്ളത്.